Quality is the key. There is no compromise about quality or 10 years? It's 75 years warranty. 75 years. Okay. This interview, I'm sure, will help many of the people who are on the verge of taking a decision of investing in Dubai. ഹായ് ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇന്നത്തെ എൻ്റെ ഷോയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളും എൻ്റെ കൂടെയുണ്ട്. ഹായ് പ്രവീൺ. ഹായ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പ്രോപ്പർട്ടി കൺസൾട്ടൻ്റ് ആണ്. അതിലപ്പുറം സ്കൈലൈൻ ബിൽഡേഴ്സിൽ ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ഹിസ്റ്ററി പറയാനുണ്ടാവും, ഒരുപാട് വിശേഷങ്ങളും പറയാനുണ്ടാവും. അപ്പോൾ പ്രവീണിൽ നിന്നും സ്കൈലൈനിൽ നിന്നും നമുക്ക് തുടങ്ങിയാലോ. സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചോളം വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ്. 1989 സ്കൈലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു 168 പ്രൊജക്റ്റ് സ്കൈലൈൻ്റെ ഒരു ലെഗസിയിൽ നമുക്ക് ഇന്നത്തേക്ക് പറയാനുണ്ട്. 168 പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ നമ്പർ. ഒരു 8,500+ ഫാമിലീസ് ഇസ് അണ്ടർ ദ അംബ്രല്ല ഓഫ് സ്കൈലൈൻ. ആൻഡ് ഒരു 17.2 മില്യൺ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഞാൻ 17.2 മില്യൺ സ്ക്വയർ ഫീറ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്, എത്ര പേർക്ക് ഇത് മനസ്സിലാവും എന്നുള്ള അറിയില്ല. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്യൂണി മേഡത്തിനെ പോലെ ആൾക്കാർ ദുബായിക്ക് വരണമുണ്ട്. ഇമാർ എന്ന് പറയുന്ന ഒരു ഡെവലപ്പർ, ഇവിടെ ദുബായ് ഗവൺമെൻറ് എന്ന് പറയുന്നത്, ദുബായ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു 25-30% ഓഫ് ദ സ്ക്വയർ ഫീറ്റ് ഏരിയ ഡെലിവറി ചെയ്തിട്ടുള്ളൊരു ഡെവലപ്പറാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ സ്കൈലൈൻ്റെ കൂടെ ഇപ്പോൾ 25ാമത്തെ വർഷമാണ്. 2001 ഐ ജോയിൻ സ്കൈലൈൻ. 2002 ഡിസംബർ തൊട്ട് ഞാൻ ദുബായിലുണ്ട്. സോ 1992 തൊട്ട് സ്കൈലൈനിന് ദുബായിൽ ഓപ്പറേഷൻസ് ഉണ്ട്. നാട്ടിലെ പ്രൊജക്ട്സ് ഇവിടുത്തെ മലയാളികൾക്ക് സെല് ചെയ്യേണ്ടതായിരുന്നു സ്കൈലൈൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് 2023 എസ്പെഷ്യലി ഈ സെക്കൻഡ് ജനറേഷൻ ക്ലയൻസ് മലയാളീസ് നാട് എന്നുള്ളതിനെക്കാട്ടിലും വേറിട്ട് ചിന്തിച്ച് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദെൻ വി സീരിയസ്ലി തോട്ട് ഓഫ് ലെറ്റ്സ് ഡു സംതിങ് ഇൻ ദുബായ്. അങ്ങനെ 2023 തൊട്ട് നമ്മൾ ഇവിടെ പ്രൊജക്ട്സ് ചെയ്തു തുടങ്ങി. ആദ്യത്തെ പ്രൊജക്ട് ഒരു 6 മാസം കൊണ്ട് നമ്മൾ സെൽ ഔട്ട് ചെയ്തു. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാൻഗാർഡ് റെസിഡൻസസ് 2 ബൈ സ്കൈലൈൻ ഉണ്ട്. അപ്പോൾ 2 രാജ്യങ്ങളിലായിട്ട് നമുക്ക് 168 പ്രൊജക്ട് ആൻഡ് കേരളത്തിൽ തന്നെ 10 സിറ്റീസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സ്കൈലൈൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ പാൻ കേരള ബിൽഡർ എന്ന് പറയാം. യെസ്, എക്സാക്ട്ലി. ഞാൻ വരുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ 2 വർഷം അല്ലെങ്കിൽ ജോലി കിട്ടിയ ഒരു 2 വർഷത്തിനുള്ളിൽ വീട് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹം, പ്രത്യേകിച്ച് മലയാളികളുടെ. അയർലൻഡില് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, വേറെ പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. വീട് വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരും ഇത് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ റിട്ടേൺ. ഇതിപ്പോൾ വിറ്റിട്ട് എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഒരു 10 years കഴിഞ്ഞിട്ട് ഐ ഹാവ് ടു സെൽ ദിസ് പ്രോപ്പർട്ടി, ഐ ഹാവ് ടു ഗോ ബാക്ക് ടു മൈ ഓൺ കൺട്രി എന്നൊരു വിചാരം ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ ചിന്തിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സെക്കൻഡ് ജനറേഷനൊക്കെ വന്നപ്പോഴത്തേനും ചിന്തകളിൽ മാറ്റം വന്നു ഇൻവെസ്റ്റ്മെന്റിൽ അല്ലേ. അപ്പോൾ കേരളത്തിന് പുറത്തോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക? ഇപ്പോൾ ഞാൻ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് എൻ്റെതായ റീസൺസ് ഉണ്ട്. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. അപ്പം ഇതെങ്ങനെ ഇപ്പോൾ വേറൊരാളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അയർലൻഡിൽ ഒഫീഷ്യലി ഇപ്പോൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ അയർലൻഡ് FM-ലൂടെ. അപ്പോൾ എന്താണ് ആ ഒരു റീസൺ? എങ്ങനെയാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ലൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അയർലൻഡിലുള്ള ഒരു മലയാളി എങ്ങനെ ചിന്തിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദുബായ് എന്ന് പറയുന്നത്? ഞാൻ അയർലൻഡ് സ്പെസിഫിക് അല്ലെങ്കിൽ അയർലൻഡ് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിലും കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യം എന്ന് പറയുന്നത് ദുബായ് എന്ന് പറയുന്ന സിറ്റി വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് എ ട്രാൻസിറ്റ് ഹബ് എന്നുള്ളതാണ്. സോ വേൾഡ് വൈഡ് വെദർ യു വാണ്ട് ടു ട്രാവൽ ഫ്രം അയർലൻഡ് ഓർ ഫ്രം ബ്രിട്ടൻ ഓർ എനിവേർ അക്രോസ് ദ വേൾഡ്, Dubai is a hotspot or a transit point. Meeting point, alle? Meeting point, exactly. So it's the world's meeting point എന്ന് പറയാം. So if you look at and having അത് പറയുമ്പോൾ തന്നെ ദുബായുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, though it's a part of the Middle East, the income generation is mostly it's a business market basically, So ഓയിൽ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ദുബായിക്ക് ഇല്ല. ദുബായ് ഈ വേൾഡ് ഫുൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യുവർലി ബിക്കോസ് ഓഫ് ദ ബിസിനസ് ഓറിയൻറ്റേഷൻ ആൻഡ് ഈ മാർക്കറ്റിൽ ദ വേ ദേ പ്രൊമോട്ട് ടൂറിസം ഇൻ ദിസ് പ്ലേസ്. സോ അങ്ങനത്തെ ഒരുപാട് രീതികളിൽ ദുബായ് പ്രത്യേകത ഉള്ളൊരു മാർക്കറ്റാണ്. ദാറ്റ്സ് ദ റീസൺ വൈ വേൾഡ് ഫോക്കസ് ഓൺ ദുബായ്. സോ മേ ഇറ്റ് ബി അയർലൻഡ് ഓർ മേ ഇറ്റ് ബി എനി അതർ പാർട്ട് ഓഫ് ദ വേൾഡ്, I would always welcome them to invest in Dubai for the reason that world is one of the best return on investments. ഓൾമോസ്റ്റ് 10-11% ആണ് ഇവിടെ റെന്റൽ ROI. എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം വേൾഡിൽ എവിടെയും അങ്ങനത്തെ ഒരു ROI ഉണ്ട് എന്നുള്ളത്. സി ഇറ്റ് ഈസ് വെൽ കണക്റ്റഡ് വിത്ത് കേരള ഇഫ് യു ആസ്ക് മീ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ കമ്മിങ് ടു ദുബായ് ഓർ മിഡിൽ ഈസ്റ്റ് ഫോർ ദാറ്റ് മാറ്റർ, ഇപ്പോൾ പ്രത്യേകിച്ച് വെൻ ഐ സേ ദിസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും.
ഞങ്ങളെ സംബന്ധിച്ചോളം വീക്കെൻഡിൽ പോയിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. കുറച്ച് അഹങ്കാരത്തോട് പറയുന്നുണ്ട്, എന്നാലും സാരില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ പോയി വരും. ഇവിടുന്ന് 2-3 മണിക്കൂർ ജേർണി എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ കേരള. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഏകദേശം 13 ഫ്ലൈറ്റ് എന്തോ every day it operates from Dubai to. Okay. So it's well connected with Kerala. That is one thing. Second thing, the quality of life. World class quality എന്ന് പറയാം ദുബായിലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ if you look at Malayalis, somebody who comes and settle in Middle East or especially Dubai for that matter, they do not want to move out of this country. അതാണ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെയൊക്കെ ചെറുപ്പവും പഠിപ്പും എല്ലാം കേരളത്തിലായിരുന്നു. പക്ഷെ വന്നിപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഷീ ഡസൻ വാണ്ട് ടു ഗോ ഔട്ട് ഓഫ് ദുബായ്. ഈവൻ ഇനിയിപ്പോൾ പഠിക്കാൻ പുറത്ത് ലൈക്ക് കൺട്രീസ് ലൈക്ക് UK or US എവിടെ പോയി പഠിച്ചാലും they would love to come back to Dubai because of the convenience this country has provided for its people. So that's the biggest thing. അവിടെയാണ് എനിക്കൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇപ്പോൾ ദുബായിൽ താമസിച്ചു, ദുബായിലോട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു. ഇപ്പം ഞാൻ അയർലൻഡിൽ നിന്നാണ് പറഞ്ഞല്ലോ. എൻ്റെ കുട്ടികൾ അങ്ങനെ തന്നെ അയർലൻഡിൽ താമസിക്കുന്നത് കൊണ്ടും ഇവർ 15-16 വർഷം കഴിയുമ്പോൾ അവരോട് പറയാ വേറൊരു സ്ഥലത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. എന്തിനാണ് ഇപ്പം ഞാൻ പറയും ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ ലുക്ക് ഔട്ട് ചെയ്യത്തുള്ളത്. അപ്പം അതൊരു ചലഞ്ചല്ലേ. ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അവരെവിടെ താമസിക്കുന്നോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ അത് എങ്ങനെ ഒരു കൺവിൻസിങ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബെറ്റർ ആയിട്ട്? വേൾഡ് ക്ലാസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു, പക്ഷെ എല്ലാവരുടെയും ആ ഒരു കോൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ രണ്ട് സബ്ജക്റ്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ ഒരു സെന്റിമെന്റൽ വാല്യൂസ് കൊണ്ടുവരുന്നത് രണ്ട് ആസ്പെക്ട്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ റെന്റൽ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 8-11% ROI വരുന്നുണ്ട്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇസ് ഗുഡ് ബിക്കോസ് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വേൾഡ് മീറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദുബായ് ഇപ്പോൾ വെൽക്കം ചെയ്യുന്ന ചില പ്രൊജക്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേൾഡ് ക്ലാസ് കസിനോസ് ആർ കമ്മിങ് ഇൻ ടു ദിസ് മാർക്കറ്റ്. സോ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇതുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് വൈസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഈസ് എനി ടൈം ബെറ്റർ ദാൻ സോ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞൊരു സെന്റിമെന്റൽ വാല്യൂ, യെസ്, ആസ് ഐ സെഡ് അയർലാൻഡ് ആണെങ്കിലും ഇപ്പോൾ എവിടെയാണോ കുട്ടികൾ ജനിച്ചു വളർന്നത് അതിനേക്കൊരു ഇതുണ്ടാവും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഇഫ് യു ലുക്ക് അറ്റ് കേരള, ഇപ്പോൾ പണ്ട് ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരള വാസ് ഓൾവേസ് എ നൊസ്റ്റാൾജിയ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. കേരളം എന്ന് പറയുന്ന ഒരു നാടിനോട് അങ്ങനെ ഒരു നോസ്റ്റാൾജിയോ അങ്ങനത്തെ ഇല്ല. ദേ വാണ്ട് ടു ഗോ ടു എ സ്മാർട്ട് സിറ്റീസ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ സ്കൈലൈൻ അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടതുകൊണ്ടാണ് 2 years ബിഫോർ ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്ത് അല്ലേ, ഇങ്ങോട്ടെങ്കിലും സ്പ്രെഡ് ചെയ്ത്. അതോ ഒരു കൈൻഡ് ഓഫ് വേൾഡിൽ എല്ലായിടത്തും സ്കൈലൈൻ്റെ ഒരു ഫുട് പ്രിന്റ് വേണം എന്നുള്ള ഒരു ഇതും കൊണ്ടാണോ? വി ആർ ഹിയർ വിത്ത് എ ഗുഡ് എക്സ്പാൻഷൻ വിഷനോട് കൂടിയിട്ടാണ്. ഇപ്പോൾ എക്സ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോക്കി കഴിഞ്ഞാൽ ദേ ഹാവ് എ ലോങ് ടേം വിഷൻ. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ തന്നെയാണെങ്കിലും വി ആർ പ്ലാനിങ് അവർ സെൽസ് ടു penetrate into other markets like Saudi, if not, why not even Canada or any other places for that matter where യൂറോപ്പിലോട്ടുണ്ടോ? അതാണ് തീർച്ചയായിട്ടും നോക്കാവുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇഫ് ദ മാർക്കറ്റ് ഇസ് ഗുഡ്, ഡെഫിനറ്റ്ലി വൈ നോട്ട്. സി നമ്മളെ സംബന്ധിച്ചോളം wherever there is Indians or South Indians or Malayalis who are ready to invest, we don't mind coming in, അങ്ങനെ ഒരു കാര്യത്തിലാണെങ്കിൽ യൂറോപ്പ് ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി അയർലൻഡ്, തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്ന് വന്നുകൊണ്ടിരിക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ നമുക്ക് സെന്റിമെന്റൽ വാല്യൂ. ഇപ്പോൾ ചിലർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ മേ ബി പ്യുവർലി ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരുമ്പോൾ അവർക്ക് വരണം, താമസിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ യൂറോപ്പ് പോലത്തെ ഉള്ള രാജ്യത്തിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക്, ഇപ്പോൾ ഞാൻ ഒരു വില്ലേജിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ലവ് ടു ലിവ് ഇൻ എ സിറ്റി. അപ്പോൾ സിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. ചുറ്റും ബിൽഡിംഗ് ആയാലും കുഴപ്പമില്ല. യൂറോപ്പിലുള്ള ഒരാൾ വരുമ്പോൾ വേറൊരു എക്സ്പെക്ടേഷൻ ആയിരിക്കാം. അവർക്ക് ചിലപ്പോഴെങ്കിൽ ചുറ്റും കുറച്ച് ഗ്രീനറീസ് ഒക്കെ കാണണമെന്നായിരിക്കാം. എങ്ങനെയാണ് ആ ഒരു, എല്ലാവർക്കും ഓപ്പൺ ആണല്ലോ മാർക്കറ്റ്, നോട്ട് ജസ്റ്റ് ഫോർ കേരളൈറ്റ്സ് ഓർ മലയാളീസ് ഓർ ഇന്ത്യൻസ്. അപ്പോൾ അതെങ്ങനെയാണ് സ്കൈലൈൻ മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ സ്കൈലൈൻ്റെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ സ്കൈലൈൻ്റെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 36 years ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട്. JVC കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദുബായ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ബിക്കോസ് റീസൺ ഇസ് ഇഫ് യു ലുക്ക് അറ്റ് ദ ടോട്ടൽ റേഡിയസ്, ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 110 കിലോമീറ്റർ ദുബായിയുടെ റേഡിയസ് നോക്കുകയാണെങ്കിൽ JVC എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ഈ 100 kilometers ആണോ, മേ ബി യു കൻ സേ 50 kilometersന്റെ സെൻട്രൽ പോയിന്റിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ബിക്കോസ് 28 minutes ഡ്രൈവ് ടു ദ റൈറ്റ് യു ആർ അറ്റ് ദുബായ് എയർപോർട്ട് ആൻഡ് 28 minutes ഡ്രൈവ് ടു ദ ലെഫ്റ്റ് യു ആർ അറ്റ് മക്തും എയർപോർട്ട്. അങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നത്. സെക്കൻഡ് തിങ്, ദിസ് കമ്മ്യൂണിറ്റി ഈസ് വെൽ ആക്സെപ്റ്റഡ് among the English, Europe, whichever segment you talk about, because it's a community with
36+ ഓപ്പൺ പാർക്ക്. ഓക്കെ. ദുബായിൽ ഏറ്റവും കൂടുതൽ ഗ്രീനറി കാണപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. And this community is a pet friendly community. Okay. And this community is already flourished with all shopping malls, schools, international schools രണ്ടെണ്ണുണ്ട്. ഇങ്ങനത്തെ എല്ലാം ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അത് മാത്രമല്ല 2021 തൊട്ട് 25 വരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ഹോൾഡ് ട്രാൻസാക്ഷൻ നടന്നേക്കുന്നതും ഇതേ കമ്മ്യൂണിറ്റിയിലാണ്. ഈവൻ 2025 സെക്കൻഡ് ക്വാർട്ടറിന്റെ ആർട്ടിക്കിൾ റിലീസ് ആയപ്പോഴും JVC contributes 12.2% of the freehold transactions in Dubai. Okay. So that is the richness of this community, JVC, when you talk about. ഫ്രീ ഹോൾഡ് ഏറ്റവും കൂടുതൽ ഞാൻ റിസർച്ച് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരു അറിവിൽ ഉണ്ടായിരുന്നത് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇയേഴ്സ് കഴിയുമ്പോൾ ലീസ് പോലെയാണ്. അതുകൊണ്ട് ഇതിനു മുമ്പ് ചിന്തിച്ചപ്പോഴും വേണ്ട എന്ന് സ്വയം എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ടോ. പിന്നീട് വീണ്ടും ഇല്ല ദുബായിൽ വാങ്ങിക്കാം അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്തൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന റിസ്ക് അല്ലേ മണ്ടത്തരാവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഹോൾഡ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആ പ്രോപ്പർട്ടി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഹോൾഡ് എന്നുള്ള ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. മേ ബി നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അതൊരു അറിവിലേക്ക് ഉപകാരപ്പെടുമല്ലോ. ഒന്ന് പറയാവോ അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും. സി ആ പഴയ കാലത്തെ കോൺസെപ്റ്റ് ഒക്കെ മാറി. സി ആസ് യു റൈറ്റ്ലി സെറ്റ്, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, നമുക്ക് ലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ലീസ് ഹോൾഡായി. ഒരു 99 ഇയേഴ്സ് ലീസ് ഹോൾഡ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു പ്രോപ്പർട്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷെ അതൊക്കെ മാറിയിട്ട് യു ഗെറ്റ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ്. ഫ്രീ ഹോൾഡ് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ യു ഗെറ്റ് ദ ടൈറ്റിൽ ഡീഡ് ഇൻ യുവർ നെയിം. സോ ബേസിക്കലി ഇപ്പോൾ സ്കൈലൈനൊക്കെ ചെയ്യുന്ന പോലെ വാട്ട് വി ആർ ഡൂയിങ് ഇസ് നമ്മൾ തന്നെ ലാൻഡ് മേടിച്ചിട്ട് ദ പ്രോപ്പർട്ടീസ് പർച്ചേസ്ഡ് ഇൻ സ്കൈലൈൻ ബിൽഡേഴ്സ് നെയിം ആൻഡ് ദെൻ വി സെൽ, വി കൺസ്ട്രക്ട് സേ X number of apartments and then we hand over the building to these clients with the proper title deed. So undivided share of land has been equally divided among the clients who have invested in this property. So ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. നാട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതായിരിക്കില്ല ഒരു ബൂം ഉണ്ടായിരുന്നത് അല്ലേ? പുറത്തോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും. സി ഇപ്പോൾ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് നാട്ടിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് അയർലാൻഡിൽ നിന്നും UK നിന്നും കാനഡ US ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ദുബായിൽ വരുന്നുണ്ട്. സി ദുബായ് ഇസ് എ സിറ്റി വിച്ച് ഇസ് വെൽക്കമിങ് ദ വേൾഡ് ഇൻ ടു ദുബായ് ഫോർ ദാറ്റ് മാറ്റർ. അതിനിപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇപ്പോൾ ദുബായ് ഹാസ് കം അപ്പ് വിത്ത് റെസിഡൻസി വിസ പ്രോഗ്രാം. അതായത് സംബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ദുബായ് ആൻഡ് ഓൺ X amount of value based on your investment you are eligible for a residency in Dubai. So this is actually it is very much interesting for many people from other especially from the Europe countries, and when there is an economic instability, they always prefer to have a secondary investment അല്ലെങ്കിൽ ഒരു secondary residency in Dubai എന്നുള്ളത് it is very common. ഈവൻ നാട്ടിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം again ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് ഫ്രീ ആണ്. That is most important for you people. അപ്പോൾ സെക്കൻഡ് പ്രോജക്റ്റിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയൂ. ലൊക്കേഷനും കമ്മ്യൂണിറ്റിയും എങ്ങനെയാണ് അത് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്? JVC എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ JVCയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇനി ഈ JVC കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മൾ സ്പെസിഫിക്കലി ഈ അവൻഗാർഡ് റെസിഡൻസസ് 2 എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് 12 JVC കമ്മ്യൂണിറ്റി ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ദ മെയിൻ സെൻട്രിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് സർക്കിൾ 90 വില്ലാസ് ആണ്. ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന വില്ലാസും കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ് ഇസ് എ സർക്കിൾ ഷേപ്പ്. ജുമേറ വില്ലേജ് സർക്കിൾ എന്നാണ് JVCയുടെ ഫുൾ ഫോം. അതിൽ തന്നെ ഇറ്റ്സ് ലൈക്ക് സെൻട്രൽ കോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർക്കിൾ വില്ലാസ്. That's the main prime area of this community. So the land we have taken is the most edge plot facing this villas. അപ്പോൾ അങ്ങനത്തെ ഒരു കോർണർ പ്ലോട്ട് ആയിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ all the 270 degrees is open view, full greenery ആണ്. ആൻഡ് ദ തിങ് ഇസ് ഫ്യൂച്ചറിൽ അവിടെ ബിൽഡിങ്സ് വരാനും ഒരു സാധ്യതയില്ല. ലൈക്ക് സാധ്യതയില്ല എന്നല്ല, യു കാൺ, ബിക്കോസ് ഇറ്റ്സ് ഓൾ റോഡ്സ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ്. ലസുവാർഡ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ആണ് ഓൺ യുവർ റൈറ്റ്, ആൻഡ് ദെൻ അക്രോസ് ദ പ്രൊജക്ട് ഇറ്റ്സ് ദ റോഡ് ആൻഡ് ദെൻ ഇറ്റ്സ് ഗാർഡൻസ്, പാർക്കാണ്. സോ കമ്മ്യൂണിറ്റി പാർക്കാണ്. സോ അവിടെ ഒന്നും ബിൽഡിങ്സ് വരില്ല. സോ ഇറ്റ്സ് എ വെരി ഓപ്പൺ വ്യൂ. അപ്പോൾ ആദ്യം ചോദിച്ച ഒരു പോയിന്റ്, ഇപ്പോൾ സംബഡി ലൈക്ക് who's born and brought up in Ireland, who love greenery, this could be a good location, because though you are in heart of the city, you don't feel the city buzz, basically. It's all greenery. So that's one thing. Second thing, it is 800 meters. It is connected to the two major highways of Dubai, Al Khail Road and then to Hessa Street, which connects to Sheikh Zayed Road, Mohammed bin Zayed Road. So when I say this might be Greek to many of the Irish people, but these are the important highways in Dubai. So ഈ പറയുന്ന highways എല്ലാം
is connected to this community. So അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊജക്ട് മെറ്റീരിയൽസ്. ആൻഡ് സ്കൈലൈൻ, we always do this because this has been in our practice books always when you choose a land. So അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പ്രൊജക്റ്റും ഞാൻ ആദ്യം പറഞ്ഞ ഒരു in a span of 6 months, in spite of the fact that we're doing the first project in Dubai, got sold out in about 6 months time, and then ഇപ്പോൾ രണ്ടാമത്തെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുകയാണ്. And touch wood, we have a few Irish clients like you, so that's the thing, Okay. ഇപ്പം ഞാനായാലും ഇവിടെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ചിന്തിച്ച കാര്യമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് പറയാം, ഓക്കെ ദുബായിൽ ഇത്ര വർഷം മുമ്പ് തുടങ്ങി നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം, അത് ഫ്രീ ഹോൾഡാണ്, അതിൽ ടാക്സ് ഫ്രീ റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും എഗ്രി ചെയ്യാത്ത, അല്ലെങ്കിൽ അതൊരു പേടിയോടുകൂടി അല്ലെങ്കിൽ ഡൗട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഫ്രം യുവർ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഇത്രയും ട്രാൻസ്പാരൻസിയിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു സിറ്റി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. അതായത് പ്രൊസീജിയർ ഇസ് വെരി സിമ്പിൾ. Once you shortlist the property, you make a reservation amount or whatever it is, you book an apartment. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് എ പേയ്മെന്റ് പ്ലാൻ. സോ രസം എന്താണെന്ന് വെച്ചാൽ ഈ പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ദുബായ് ഗവൺമെന്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആൻഡ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ഷെഡ്യൂൾസ് ആയിരിക്കും ഓരോ ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് നമുക്ക് ഓഫർ ചെയ്യണം. സോ ബേസ്ഡ് ഓൺ ദിസ് പേയ്മെന്റ് പ്ലാൻ യു മേക്ക് ദ ഡൗൺ പേയ്മെന്റ്. ആൻഡ് ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ the developer, when they have to collect the booking amount, the down payment from a client, government will ensure that you have the escrow account opened. So now escrow account enda ennallathu maybe we'll have to do it as a separate interview. Escrow account ennu parayunnathu it's a secured account by the government for the investor, basically. Three minimum information nalladayirikkum. So that's an elaborate topic, we'll go into that later. So ee escrow account undayirikkanam. Appo nammal oru client book cheyumbo the booking amount is paid not to the developer but to the escrow account. Escrow account meaning it is handled by the government. I can definitely say from my experience. Okay, exactly. So that's how they do it. And the thing is, everything is documented with a QR code. It is not like you sign on a document, you send this across here and no, it's not that. Everything is online and you get to see everything transparent by a QR code. Including your title deed, your pre-title deed registration documents, your SPA, whatever is there, it's all documented and under the monitoring of Dubai Land Department and RERA. Sorry, Praveen, SPA endarnu? SPA is sales purchase agreement. Okay. Your sales purchase agreement. So everything is documented online and everything is visible, through a QR code and online. So it's so transparent. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയേ വേണ്ട ഇത് പറ്റിച്ചു പോവോ അല്ലെങ്കിൽ ഇതുണ്ടോ. ഇപ്പം നമ്മൾ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ടൺസ് ഓഫ് ബിൽഡേഴ്സ് ആണല്ലോ. ഇപ്പോൾ സ്കൈലൈൻ എന്ന് പറയുന്നത് പേര് ദുബായിലുള്ളത് കൊണ്ടല്ല ആക്ച്വലി ഞാൻ കോൺടാക്ട് ചെയ്തത്. പേഴ്സണലി പറയുവാണെങ്കിൽ സ്കൈലൈൻ എനിക്ക് നാട്ടിൽ വെച്ചറിയാം, ഞാൻ പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് പിന്നെയും കോൺടാക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പം പക്ഷെ നമ്മളല്ലാതെ നോക്കുമ്പോൾ ഒരുപാട് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്. ഡയറക്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു മലയാളി ആയതുകൊണ്ട് ഐ ഗെയിൻ മോർ കോൺഫിഡൻസ്. അല്ലെങ്കിൽ അതല്ല വേറൊരാളാണെങ്കിൽ വേറൊരു ഫോറിൻ നാഷണൽ ആണെങ്കിൽ നമുക്ക് സംശയമായിരിക്കുമല്ലോ ഒരു ഏജൻ്റ് ആണോ ഡയറക്റ്റ് ആണോ എങ്ങനെയാണ്. അതൊക്കെ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മലയാളി ആയതുകൊണ്ട് ഞാൻ ഐ ഗെയിൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. നേരെ മറിച്ചിട്ട് UK-ന്നോ യൂറോപ്പിൽ നിന്നോ വേറെ എവിടെയെങ്കിലൊക്കെ വേറെ നാഷണൽസ്, ഐറിഷ് നാഷണൽസ്, ഫോറിനേഴ്സ് കോൺടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ളൊരു ചലഞ്ചൊക്കെ ഫേസ് ചെയ്യാറുണ്ട്? ഹൗ ഡു യു അഡ്രസ് ഇറ്റ്? ഐ എം ജസ്റ്റ് ക്യൂരിയസ് ടു നോ. Skyline builders and definitely people who come from Europe and other countries, when they do a property purchase, they study about the project through and through the available sources, internet aanengilum. They do their own surfing and they do a lot of study before they approach a developer. So one thing with Skyline, the confidence is, ഞാൻ ആദ്യം പറഞ്ഞിട്ട് 36 വർഷമായിട്ടും we are known for the on time delivery of the projects. None of our projects are delayed. ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഇൻവെസ്റ്റർക്ക് വരുന്നത് എന്താ? The builder doesn't complete the project on time. The quality is compromised, അല്ലെങ്കിൽ so this one. Skyline ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, if you look at ഈ 168 പ്രൊജക്റ്റിലും everything is being delivered on time or ahead of the schedule. And if you look at the business or the clientele of Skyline,
ഞാൻ ഈ പറയുന്ന 8,500 കസ്റ്റമേഴ്സിൽ ഐ വുഡ് സേ അറ്റ്ലീസ്റ്റ് 45-50% is repeat buyers or referral sales basically. So which directly means that clients are happy. ഈവൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രൊജക്ട് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ദുബായിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രൊജക്റ്റിൽ നോക്കി കഴിഞ്ഞാൽ 60% of my clients are other nationalities, not Indians or that is one thing. Second advantage is now second project when we launched, ഇപ്പം നമുക്ക് ലൈക്ക് we've done with almost 40% of the booking for the second project in spite of the fact that we've not gone into the market loudly. And the thing is, ഈ പറയുന്ന 40%, I would say 20-22% is my existing clients who have taken in project 1. So that is the way, we take care of our clients. For example, say now, Ms. Tuni, you have invested in a project with Skyline. So now that you have signed your SPA, from the beginning of the construction work till we hand over the project, you get religiously your construction updates every month from the customer relations department. Okay. Every single payment you make is acknowledged with a payment receipt from Skyline, and also, once it is transferred to escrow account, an acknowledgement has come from the escrow department as well. So all these things have been, very systematically monitored, and, we keep communicating to the clients on a monthly basis or on a regular periodically basis. So this is the kind of transparency we always keep with our clients. So I'm quite confident that, so this is your first experience with Skyline. Yes. I'm sure that, once you take over the possession of the first project, you're going to bring in your friends or your family to Skyline. So that is the confidence I have. And that is the reason I've been with this company for the last 25 years. Okay. I think നമ്മളെ കേൾക്കുന്ന ഇപ്പോൾ VP of UAE ഓപ്പറേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത്രയും കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി മേക്ക് എന്താ പറയുക കൂടുതൽ കോൺഫിഡൻസ് Of course, I would vouch for the company. താങ്ക് യു സോ മച്ച്. ഞാൻ ദുബായിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അയർലൻഡ് എഫും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചതാണ്, യെസ് വി ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ദുബായ്, ബട്ട് വി ആർ ട്രൈങ് ടു അപ്രോച്ച് സം ഫോറിൻ ബിൽഡേഴ്സ്. അപ്പം ഞാൻ ചോദിച്ചു, മലയാളിയാണ്, അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, നമ്മൾക്ക് നാട്ടിൽ നിന്നുള്ളൊരു ബിൽഡർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സി നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ എത്ര ക്രോസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമ്മൾ ഈ ഫോറിൻ ബിൽഡറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോന്നാറില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നാട്ടിൽ ഓഫ് കോഴ്സ് ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു പ്രോജക്റ്റ് ബേസിൽ ദുബായിൽ വന്നപ്പോൾ ഹൗ ഡിഡ് യു കമ്പയർ യുവർ സെൽഫ്, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നോ മേക്ക് ഷുവർ ചെയ്യാൻ നിങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റിൽ? ദുബായിലെന്നല്ല, സ്കൈലൈൻ്റെ ഏത് വെതർ നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും അതല്ല ഇനി ഫ്യൂച്ചറിൽ വേറൊരു മാർക്കറ്റിൽ പോവുകയാണെങ്കിലും ദർ ഇസ് ഓൺലി വൺ സ്ലോഗൻ ദാറ്റ് വി വിൽ കോമ്പീറ്റ് ഓൺ ക്വാളിറ്റി. ഓക്കെ. Quality is the key when it comes to construction. So നാട്ടിലത്തെ പ്രൊജക്ട്സിൽ എടുത്തിട്ടുള്ള ക്ലയൻസ് ആണെങ്കിൽ they know what is the quality of Skyline എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ see now that where we are sitting, so this is the sample apartment, or this is the mock-up apartment we have done for project 2, and very soon we are going to see the real apartment as well in the site. So ഇവിടെ ഇപ്പോൾ when you walk around this apartment, what do you feel about the quality? See, there is no compromise about quality, or I am very happy with it. ഞാൻ പറഞ്ഞു തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ചില സാധനം നമ്മൾ വാങ്ങിക്കുമല്ലോ, ഇപ്പോൾ ഗോദ്രേജിൻ്റെ അലമാരി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, അത് ഇത്ര വർഷം ഗ്യാരണ്ടിയോ പറയും ക്വാളിറ്റി വൈസ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസൈൻ അതല്ലെങ്കിൽ അതൊരു ഫീൽ ഗുഡ് എന്ന് പറയില്ലേ, കാണുമ്പോഴുള്ള ഒരു സന്തോഷം. ഇപ്പം നമ്മളൊരു റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ക്വാളിറ്റിയുടെ കൂടെ ആ ഒരു മോഡേണൈസേഷനും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, I believe we are lacking something. നമ്മളത് പുറകോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോൾ to reply for this, since you specifically pointed about the the brand basically, that's what if you're looking at. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇപ്പോൾ Avantgarde 2 if you talk about, the entire home appliances is provided by Skyline, and we are using Bosch appliances. So a one bedroom comes with all the home appliances, including a dishwasher, a washing machine, a hood, hob, chimney, microwave oven, inbuilt refrigerator, everything from Bosch. So that's a German brand we use. Okay. Maybe a kitchen sink for that matter. We use a double bowl sink for a one bedroom apartment. I really doubt whether any developers in Dubai, including the premium developers, whether they would do a double bowl sink for a one bedroom is a question, but we do that. Okay. And the sink we use is Teka എന്ന് പറയുന്ന കമ്പനിയാണ്, which is again a German brand, byproduct of Bosch. And can you guess the warranty for the sink? 10 years
It's 75 years warranty. 75 years. Okay. Sink തന്നെയാണല്ലോ അല്ലേ? Likewise, if you look at the mixture, the mixture for sink, we use it's again Teca we use. Even your kitchen fixtures, if you have looked, it's all Roca finish. It's again, Spanish brand we use, and we are giving you an extended 5 years warranty. So this is the kind of quality we are talking about, the products we use in the apartment. And in terms of the workmanship, if you ask me, see, if you look at, there are, before we hand over the apartment to the client, or, before we call them for a snagging, we have our in-house 5 round of snagging. Okay. So that we ensure that, every look and corner of the apartment has been, to the top-notch perfection before we even give it to the client. Up to date ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്കൊരു ഓൾഡ് ലുക്ക് തോന്നാൻ പാടില്ല. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ കിച്ചണിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കും വാങ്ങിച്ച് 2 വർഷം കഴിയുമ്പോൾ തന്നെ അത് ഫുള്ളി ഇന്നോവേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ കിച്ചൺ അപ്ലയൻസ് ഒക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ നോക്കാറുണ്ടോ? അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? ബട്ട് ബ്രാൻഡ് ഈസ് ബ്രാൻഡ്, ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ആ ഒരു മോഡലും ഡിസൈനൊക്കെ നോക്കാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് എല്ലാ പ്രൊജക്റ്റും നമ്മൾ ചെയ്യണമല്ലോ, അത് ഡിഫോൾട്ടായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ എഗെയിൻ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഗതി പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കീപ്സ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കിച്ചൺ കൗണ്ടർ സ്ലാബ് എന്ന് പറയുന്നത് പോർസലിൻ്റെ 15 mm സ്ലാബാണ്. സോ 15 mm സ്ലാബ് ആക്ച്വലി ഇപ്പോൾ ഇതിനെക്കാട്ടിലും മേ ബി പീപ്പിൾ മൈറ്റ് സേ ഓക്കെ വൈ ഡോണ്ട് യു യൂസ് എ ഗ്രാനൈറ്റ് വിച്ച് ഇസ് ബെറ്റർ. സോ ഇതിൽ 2 ആസ്പെക്ട്സിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ പോർസലിൻ സ്ലാബ് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഹൗസ് വൈഫ് ലൈക്ക് യു കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. പോർസലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് തെർമൽ റെസിസ്റ്റൻറ്റ്, ഇറ്റ് ഇസ് സ്റ്റെയിൻ റെസിസ്റ്റൻറ്റ്, scratch proof ആണ്. So this is one reason why we are using porcelain, though it is an artificial material. At the same time, അപ്പോൾ 2 ആസ്പെക്ട്സ് നോക്കണം. ഒന്ന് എസ്തെറ്റിക്സ് ഓഫ് ദ പ്ലാറ്റ്ഫോം നോക്കണം, പ്ലസ് അലോങ് വിത്ത് ദ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ദ യൂസേജ് ഓഫ് ദ കൗണ്ടർ സ്ലാബും കൂടി നോക്കണം. സോ അങ്ങനത്തെ 2 ഫാക്ടേഴ്സും. സോ ഇത് എപ്പോഴും ഒരു ബാലൻസ്ഡ് കൈൻഡ് ഓഫ്, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഔട്ട്ഡേറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ മാറ്റി കളയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് 2 വർഷം കഴിയുമ്പോൾ വേറെ പുതിയ മെറ്റീരിയൽ വരുമ്പോൾ ദാറ്റ് വിൽ റീപ്ലേസ് ദിസ്. സോ that will keep changing, but then say down the line 5 years 10 years you want to do a refurbishing or something, you should do it because that always keep happening everywhere. സർവീസിനെ കൂടെ പറ്റി പറയാമോ? ആഫ്റ്റർ സെയിൽ സർവീസ് ആവട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ ദൂരേന്ന് ഇപ്പോൾ അയർലൻഡിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ UK ഇരുന്നിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു സർവീസും ആഫ്റ്റർ സർവീസും എങ്ങനെയാണ് അത് സ്കൈലൈൻ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടെ പറയാമോ? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സ്കൈലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വി ഫോക്കസ് ഓൺ കസ്റ്റമർ സർവീസ് എ ലോട്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലും ബിൽഡർ ഇസ് ദർ അലോങ് വിത്ത് ദ ക്ലയൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് ദിയർ പ്രൊജക്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വി ഹാവ് മെനി ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് ഹോം കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സ്കൈലിനേജ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഈവൻ വി ഹാവ് ദ ഇൻറ്റീരിയർ ഡിപ്പാർട്ട്മെൻറ്റ് നാട്ടിൽ ചെയ്യുമ്പോൾ. സോ ഓൾ ദിസ് കംസ് ഇൻ ടു ആക്ഷൻ ആഫ്റ്റർ വി ഹാൻഡ് ഓവർ ദ അപ്പാർട്ട്മെൻറ്റ് ടു യു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സേ നാട്ടിൽ സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ദുബായിൽ ഇപ്പോൾ പുറമേ നിന്ന് ഇപ്പോൾ അയർലാൻഡിൽ നിന്ന് ദുബായിൽ ഒരു പ്രോപ്പർട്ടി സംബഡി ഈസ് ഇൻവെസ്റ്റിംഗ്, ഒരു ട്രാൻസിറ്റ് ഹോം ആയിട്ടാണ് എടുക്കുന്നത്. യു ഡോണ്ട് വാണ്ട് ടു റെന്റ് ഇറ്റ് ഔട്ട്, യു നോട്ട് റീസെല്ലിംഗ് ഇറ്റ്, നത്തിങ്, യു ലോക്കിംഗ് ഇറ്റ് അപ്പ്. മേ ബി you have taken a small studio apartment where you want to it's a transit home for you when you come into Dubai. During your absence, we help you with the maintenance of this apartment. Say for example, payment of your electricity bill, payment of telephone bills, if you have a telephone connection. Before you come down to Dubai, you want to do an inside cleaning, we help you with all these services. Appa angantha departments we do it in Kerala. It's been there for last many years, and we are planning to extend these services in Dubai as well. Okay. So we have a home care department. Likewise, we have an after sale service department. This is very important because see, after sale service എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ താമസിച്ച് തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു നോർമൽ wear and tear in the apartment, like ഒരു ക്ലോഗിങ് അല്ലെങ്കിൽ ഒരു യു ഹാവ് ടു ചേഞ്ച് ഒരു ഇലക്ട്രിക്കൽ എന്തെങ്കിലും സം മൈന്യൂട്ട് ഡിഫക്ട്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് എ നോർമൽ വെയർ ആൻഡ് ടയർ, ഓൾ യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കോൾ അപ്പ് സ്കൈലൈൻ ഹോം കെയർ ആൻഡ് വി ഹാവ് ഡെഡിക്കേറ്റഡ് ടെക്നീഷ്യൻസ് ലൈക്ക് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ എല്ലാവരും അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ബീങ് എ സ്കൈലൈൻ കസ്റ്റമർ യു കൻ കോൾ അപ്പ് സ്കൈലൈൻ. ഇഫ് ഇറ്റ്സ് എ നോർമൽ വെയർ ആൻഡ് ടയർ വി പ്രൊവൈഡ് യു വിത്ത് ടെക്നീഷ്യൻസ്, യു ഗോട്ട് പേ ദം ഇഫ് ഇറ്റ്സ് എ നോർമൽ വെയർ ആൻഡ് ടയർ. അതല്ല ഒരു ബിൽഡിംഗ് ഡിഫക്റ്റ് ആണെങ്കിൽ ജനറലി വി ഡു ഇറ്റ് FOC വി ഡു ഇറ്റ് ജനറലി. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വി ടേക്ക് കെയർ ഓഫ് അവർ പ്രൊജക്ട്സ്.
സോ ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് സ്കൈലൈൻ. പിന്നെ നാട്ടിൽ അഗൈൻ ഇന്റീരിയർ is, it's not a part of the package. So if you want to get the interiors done, again we have our in-house department who helps you with this. Okay. So ഇതെല്ലാം സ്കൈലൈൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് സ്കൈലൈൻ ഡെഫിനറ്റ്ലി ഒരു ഭാഗമാണ് സ്കൈലൈൻ്റെ. ഓക്കെ. All these services we are definitely extending in Dubai as well. That's what we are planning on. പിന്നെ ദുബായിലത്തെ പ്രൊജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ഫർണിച്ചർ മാത്രമേ മേടിക്കേണ്ടി വരുള്ളൂ ബിക്കോസ് എവറിഥിങ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാക്കേജ്. Okay. So that's another thing. That's good to know actually. I just wanted to ask you that question. Yeah. When I say studio apartment of 700,000 or maybe 125,000-165,000 euros എന്ന് ഞാൻ പറയുമ്പോൾ this includes all your home appliances, this includes all your fit outs, permanent fit outs, your tiling, roofing, everything is included in this. All you need to do is buy your mobile furniture. So I would say it's more of a plug and play kind of a concept you're getting. So ഇവിടെ വരിക, ഏതെങ്കിലും ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഒരു ഡൈനിങ് ടേബിളും സോഫയും മേടിക്കുക, യു ക്യാൻ ജസ്റ്റ് മൂവ് ഇൻ. ഞങ്ങൾ ചോദിക്കുകയാണ്, അതായത് ഇപ്പം വാങ്ങിക്കുന്ന ആരായാലും ചോദിക്കുകയാണ് നിങ്ങൾ ആ ഫർണിഷിങ്ങും കൂടെ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്താ വി കൻ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ ലോക്കലി വി ക്യാൻ ബി ഹാവ് പീപ്പിൾ ടു സോഴ്സ് ദിസ്. ഓക്കെ. ആൻഡ് അറ്റ് ആൻ എക്സ്ട്രാ കോസ്റ്റ് വി വിൽ വർക്ക് ഔട്ട് ആസ് എ ഗുഡ് പാക്കേജ് ഫോർ യു ആൻഡ് ദെൻ വിൽ ഡു ഇറ്റ് ഫോർ യു. ഓക്കെ. ഇപ്പോൾ വരുമ്പോൾ അതൊരു ദൂരെ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ അത് റെഡി ടു എന്നുള്ള രീതിയിലാണല്ലോ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻസർ. ഐറിഷ് പാസ്പോർട്ട് ഉള്ളവർ അല്ലെങ്കിൽ യൂറോപ്യൻ പാസ്പോർട്ട് ഉള്ളവർ, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ എങ്ങനെയാണത് വർക്കൗട്ട് ആവുന്നതെന്ന് പറയുമോ? എല്ലാവർക്കും വാങ്ങിക്കാമോ? എനിക്കറിയാം ഐറിഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്ന്, പക്ഷേ ബാക്കി അങ്ങനെയല്ല. ദുബായിലെ പ്രോപ്പർട്ടി മേടിക്കാൻ എനി പാസ്പോർട്ട് ഹോൾഡേഴ്സ് ക്യാൻ ബൈ പ്രോപ്പർട്ടി ഇൻ ദുബായ്. Okay. Not Irish passport holders alone, but then yes. But one advantage with you guys is like you get a visa on arrival. വന്നു കഴിയുമ്പോഴത്തേക്കും from the Dubai airport 1 month-ഓളം നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. Now see, interesting thing is ഇതൊന്നുമല്ല. I was talking about the second residency. ദുബായ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ദുബായ് ഗവൺമെന്റ് ഗിവ് യു റെസിഡൻസി വിസ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് യു ആർ ഇൻവെസ്റ്റിംഗ് എ property of 750,000 dirhams, which roughly is around 165,000 euros. Yes, yeah. So suppose you invest that, you get a 2 years visa. Okay. Which is renewable. Okay. As long as you hold this investment with you, you can keep renewing this visa. Okay. Every 2 years. One more thing to that. അപ്പോൾ ആ റിന്യൂവബിൾ വിസ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടെ വന്നിട്ട്? അതോ പ്രോപ്പർട്ടി താമസിച്ച് പോകാനുള്ള വിസ? ഇൻവെസ്റ്റർ വിസ. It is based on the investment you have done. You get a residency. Okay. So you can come into Dubai, spend your time and you can go work. And you need a work visa. All right. Okay. But at the same time, you can start your own business at all. Like, okay. Because you have an investor visa, you can come. You have a lot of agencies who help you with this, with the trade license thing. And ipo endanu vechal, you can register even as a foreign company. ഞാൻ ആദ്യം പറഞ്ഞ 750,000 you get a 2 years visa. പിന്നെ നമുക്കൊരു 1 million investment ഉണ്ടെങ്കിൽ you get a 5 years visa. And it's also called the retirement visa. അതിന് 55 വയസ്സായിരിക്കണം and you should have invested 1 million. Okay. And ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ you can even sponsor your family, like your immediate family you can sponsor them. And third one is the golden visa, which is like 2 million investment. So the beauty of golden visa is like once you book a property of 2 million, you make the down payment and you get the Uqud certificate. Okay. Uqud is the Arabic terminology for the pre-title deed. So there's something called the pre-title deed which you get. So once you make 20%, you get the pre-title deed. And with the pre-title deed, you can process the visa. 2 million 20% pay ചെയ്ത് കഴിഞ്ഞാൽ you can start processing with the visa, and we support the clients with all these things. Okay. And with this visa, it is not like you can just come and go. It's a residency visa, so you get a second residency. So 10 years residency visa എന്ന് പറയുമ്പോൾ even though you hold an Irish passport or whatever, you have a second residency in Dubai. So that's the beauty. ഇൻവെസ്റ്റ്മെന്റ് വിസ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞത് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദുബായ് is a very friendly market. ഈ വിസയും ഇതായിട്ടൊരു റിലേഷൻ ഇല്ല. This is property investor related വിസയാണ്, ഇൻവെസ്റ്റ്മെന്റ് വിസയാണ് what you getting. So you are already a resident of UAE, and based on this you can start your bank accounts, all those things can be done. And in case you prefer to start a business in Dubai, there are agents who get the process done for you. So that is like separate activity, but then since you already have a property investment, you're already a resident in Dubai. That makes things easier for you. So to conclude, എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ബിൽഡറിനെ പറ്റിയിട്ട് അതാണല്ലോ മെയിൻ ആയിട്ടൊരു കാര്യം, അതിനെപ്പറ്റി പറഞ്ഞു, ആഫ്റ്റർ സർവീസിനെ പറ്റിയിട്ട് പറഞ്ഞു, വിസനെ പറ്റിയിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം ഒരു അറിവ് ദുബായിയെ പറ്റിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും ഉണ്ടാവും.
നിങ്ങളുടെ ആ ഒരു നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അല്ലേ? എല്ലാ പ്രസന്റേഷനും കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യും അല്ലേ? എത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനും കുഴപ്പമില്ല. ഒരുപാട് സംശയമുള്ള ആളുകളായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരിൽ കൂടുതൽ പേര്. I'm so happy, see clients like you who support us a lot, because especially I should appreciate the efforts you have taken to travel all the way from Ireland, coming to Dubai, seeing your investment, physically seeing what is happening in Dubai. And I'm sure, because even one convince it, when I see that happy face in you, that makes me more confident in giving you a better product. That is the most important thing. അതൊരു സെയിൽസ്മാന്റെ മൈൻഡാണ്. അങ്ങനെയല്ല, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ സെയിൽസ്, സി ഡൂയിങ് സംതിങ് ഇൻ അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നപ്പോൾ എപ്പോഴും നമ്മൾ പറയില്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അതിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് വയറ് നിറയുമെന്ന് പറയുന്ന പോലെ, if I am able to give you a good product and that makes you happy, you bring in more people, that is where the success is. ഞാനൊരു വാക്ക് അടിയാൻ മറന്നു തോന്നുന്നു, ഗുഡ് സെയിൽസ്മാൻ നിങ്ങൾ പറയണായിരുന്നു. സെയിൽ പലരും ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾക്ക് നന്നായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണല്ലോ ആ ഒരു നിർബന്ധം, കസ്റ്റമറുടെ ഫേസിൽ സന്തോഷം ഉണ്ടാവണം. That's the success of Skyline, if you ask me. Not about my salesmanship, it's about the Skyline. So that is one thing. And so again, as I said, this interview I'm sure will help many of the people who are on the verge of taking a decision of investing in Dubai. So the interview definitely help you in you. Adu matralla, as you rightly said, anytime somebody who wants to get in touch with me can always anytime message me, or even get in touch with you, and then you can share the numbers, whatever way, however way you want to do it. So that's it, and welcome to Skyline Global family. എസ്പെഷ്യലി മലയാളികൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഐ ട്രൈ ടു കവർ അപ്പ് ഇൻ ദി ഇന്റർവ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു ഗീവ് ദം കോൺഫിഡൻസ്. ഞാനിപ്പോൾ സ്കൈലൈൻ്റെ ഒരു മോക്കപ്പ് അപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ടാണ് ഇത്രയും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യൂ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. കാരണം അയർലൻഡിൽ നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി എസ്പെഷ്യലി തിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ വെതർ ഇഷ്ടമില്ലാതെ പല സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊരു സ്പെയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ പറ്റി പറഞ്ഞു. അപ്പം അങ്ങനെ പല രീതിയിൽ മനുഷ്യർ ചിന്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പോരാനുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, നാട്ടിൽ ഇനി ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിട്ടേൺ കൂടുതലുണ്ട് എന്ന് ചിന്തിക്കുന്ന പോലെ അയർലൻഡിലുള്ളവരും ചിന്തിക്കുന്നുണ്ട്. നോട്ട് ഓൺലി ജസ്റ്റ് ഐറിഷ് പീപ്പിൾ, മലയാളികളായിട്ടുള്ളവരും. അപ്പോൾ അവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ടോപ്പിക് കവർ ചെയ്യണമെന്ന് വിചാരിച്ചത്. താങ്ക് യു സോ മച്ച് പ്രവീൺ. Thank you once again, Tuni. Thank you for coming in. Thank you. Yeah, thank you.